പ്രസവിക്കും പ്രസവിക്കും എന്ന് പറഞ്ഞിട്ട് എത്ര കാലായി നീ? ഇതുവരെ പ്രസവിച്ചു കണ്ടില്ലല്ലോ. മാളു, മാളു, ഓ നീ എന്താക്ക അവിടെ? നേരെ 9 ഇനിയും നിന്റെ ഒരുക്കം തീർന്നില്ലേ? എപ്പോഴാ ഇനി സ്കൂളിലെത്തുക? കൂട്ടുകാരൊക്കെ കാത്തു കാത്തു പോയി കാണും. ഞാൻ റെഡി. എന്റെ ചോറ്. ഞാൻ പോണു. എന്ത് കോലത്തിലാ മുടി കെട്ടിയത്? ഇങ്ങനെ കെട്ടിയാലേ ഉള്ള മുടിയും പോവും. മതി അമ്മേ മതി, നേരം വല്ലാണ്ട് വൈകി. കുറച്ചു നേരത്തൊക്കെ എണീക്കണേ. ഇന്നല്ലേ അച്ഛൻ വരണ അമ്മേ? അത് നല്ല ഓർമ്മയാണല്ലോ. സ്കൂള് വിട്ടാ നേരത്തെ വരൂട്ടോ. ഈ പെണ്ണിന്റെ ഒരു കാര്യം. നാശം. ആ കണ്ടം പൂച്ച അടുക്കളയിൽ കേറിയെന്നാ തോന്നുന്നത്. എന്താ മോളെ വൈകിയോ? കൂട്ടുകാരൊക്കെ നേരത്തെ പോയല്ലോ. സൂക്ഷിച്ചു പോയിക്കോ, തപ്പി തടഞ്ഞ് വീഴാൻ നിൽക്കണ്ട. കണ്ണുണ്ടൂടെ നിങ്ങക്ക്? ഇങ്ങടെ ഒരു ചാട്ടോ മറിച്ചില്ലോ. ഇമ്മാന്റെ കുട്ടി ഇന്ന് നേരം വൈകിയല്ലേ? അപ്പൊ അമ്മ പറയുന്നത് പൊള്ളല്ലാന്ന് മനസ്സിലായില്ലേ? എനിക്കാൻ മടിയല്ലേ? മോളെ, അച്ഛൻ വന്നില്ലേ? ഇല്ല, ഇന്ന് എത്തും. വന്നാ നമ്മൾ അന്വേഷിച്ചായി പറയണം. നാളെ തന്നെ മൂസക്കോയ മാഷെ ചെന്ന് കണ്ട് മോളുടെ TC വാങ്ങണം. അവിടെ സെന്റ് ജോർജ് സ്കൂളിൽ ഒരു സീറ്റ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച ചേർത്താന്നാ പറഞ്ഞേ. പെട്ടെന്ന് തീരുമാനിച്ചതാണെങ്കിലും ഈ നാടും വീടും ഒക്കെ വിട്ട് പട്ടണത്ത് പോവാന്ന് പറയുമ്പോ എത്ര നിച്ചിട്ടാ ഞാൻ ആ പട്ടണത്തിൽ ഒറ്റയ്ക്ക്. അതും ശരിയാ.
അവിടെ ഫ്ലാറ്റിലെ ആളുകളൊക്കെ നല്ല കൂട്ടായിരിക്കുംല്ലേ? അവിടെ ആർക്കും ആരെയും നോക്കാനോ ശ്രദ്ധിക്കാനോ ഒന്നും സമയം ഉണ്ടാവില്ല. അപ്പോ അവിടെ ആരും ആരോടും മിണ്ടൂല? എന്റെ ഈശ്വര. അവിടെയുള്ളവരും മനുഷ്യർ തന്നെയാ. പിന്നെ ഇവിടുത്തെ പോലെ അനാവശ്യ വർത്താനങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. മാലതിയേ, മാലതിയേ. ദേവടുത്തിയാന്നാ തോന്നുന്നത്. ഞാനൊന്ന് നോക്കട്ടെ. ഉം, ഉം, ഉം. അല്ല, ഇത്ര പെട്ടെന്ന് മതിയാക്കിയോ? ഉം. ദേവടുത്ത് ഇത്തിരി ചക്കപ്പുഴുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. വൈകുന്നേരം മോള് വന്നിട്ട് ചായന്റെ ഒപ്പം മതി. ദിവ്യക്കും തസ്നിക്കും അഖിലയ്ക്കും ഒക്കെ വലിയ സങ്കടായി ഞാൻ സ്കൂള് മാറി പോവാന്ന് കേട്ടപ്പോ. ഫ്രണ്ട്സിനെ പിരിയുന്നതില് മോക്ക് സങ്കടല്ലേ? ഫ്രണ്ട്സിനെ പിരിയണതില് സങ്കടമൊക്കെ ഉണ്ട്. എന്നാലും എന്നും എനിക്ക് എന്റെ അച്ഛനെ കണ്ടൂടെ? കേട്ടോ എന്റെ മോള് പറയുന്നത്? അച്ഛന്റെ കൂടെ കളിക്കാലോ. കണ്ടോടി എന്റെ മോള് പറയുന്നത്. ഓ, അത് പിന്നെ അങ്ങനെയല്ലേ ഉണ്ടാവൂ. ആ, ഞാൻ എത്ര നോക്കിയിട്ട് എന്താ കാര്യം? അച്ഛനെ കിട്ടിയാ പിന്നെ അവക്ക് മറ്റാരും വേണ്ടല്ലോ. അല്ലെങ്കിലും ഈ അമ്മയ്ക്ക് വലിയ അസൂയ. നാളെ കഴിഞ്ഞ് മറ്റന്നാള് നമ്മൾ പോവും. പട്ടണത്തിലെ ആളുകളാ, പരിചയക്കാരും കാണൂല. നോക്കിയും കണ്ടൊക്കെ നടക്കണം എന്റെ മോള്. അമ്മേ, ഞാൻ ഇറങ്ങുന്നു. ആ, പുതിയതല്ലേ? എന്തു പറ്റും മോളെ? എന്താ നിന്റെ മുഖം വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല അമ്മേ, ഒരു ചെറിയ തലവേദന. ഓ, അത്രേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു വെയില് കൊണ്ടേന്റെ ആവോ. ഞാൻ നല്ലൊരു ചായ ഇട്ട് തരാം.